ഫിലോസഫി പലപ്പോഴും മനുഷ്യൻ്റെ മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രക്രിയയാണ്. പക്ഷെ ഫിലോസഫിയെ ഹൃദ്രക്തം കൊണ്ട് എഴുതേണ്ടതാണെന്നും അതിനെ കരൾച്ചോര കൊണ്ട് അലങ്കരിക്കേണ്ടതാണെന്നും അതിലേക്കുള്ള വഴി മനുഷ്യൻ്റെ തന്നെ ആന്തരികത്തിൻ്റെ വഴിയാണെന്നും ഗുരു പലപ്പോഴും നമ്മോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഗുരുവിൻ്റെ ഫിലോസഫി എന്ന് പറയുമ്പോൾ ഒരിക്കൽ ഗുരു പറയുകയുണ്ടായി, ഞാൻ ഓർക്കുന്നു, ഞാൻ കണ്ടുമുട്ടിയ ഏറ്റവും വലിയ ഫിലോസഫേഴ്സ് ന്യൂയോർക്കിലെ ടാക്സി ഡ്രൈവർമാരാണ് എന്ന്. അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം ലോകത്തെ ഫിലോസഫി മുഴുവൻ പൗരസ്ത്യവും പാശ്ചാത്യവുമായിട്ടുള്ള തത്വചിന്തകളെ തൻ്റെ വ്യക്തിത്വത്തിലേക്ക് ആവാഹിച്ച, അത് തൻ്റെ സഹജീവികൾക്ക് പകർന്നുകൊടുത്ത, ഫിലോസഫി അധ്യാപകനായും അതിൻ്റെ രചയിതാവായുമെല്ലാം വളരെ കനപ്പെട്ട സംഭാവനകൾ നമ്മുടെ കാലഘട്ടത്തിന് സമർപ്പിച്ച സ്വയം തന്നെ ഒരു ഫിലോസഫറായ ഗുരുവിൻ്റെ വാക്കുകളാണ്. ഗുരുവിൻ്റെ രചനകളിലൂടെ, ഗുരുവിൻ്റെ സഞ്ചാരങ്ങളിലൂടെ ഗുരു നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന് തന്നത് കീറ്റ്സിനെ, അരിസ്റ്റോട്ടലിനെ, സോക്രട്ടീസിനെ, ഷെല്ലിയെ, മാർക്സിനെ, സാർത്രിനെ, ഇവരെയൊക്കെ അദ്ദേഹം കൂട്ടിച്ചേർത്ത് നിർത്തി. ദർശനത്തിൻ്റെ അതിർത്തികൾ അദ്ദേഹത്തിനില്ലായിരുന്നു. പൗരസ്ത്യ ദർശനം, പാശ്ചാത്യ ദർശനം, അങ്ങനെയുള്ള അതിർത്തികൾ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. പരിമിതികളെ അതിലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പരന്നൊഴുകുകയുണ്ടായത്. കാരണം അദ്ദേഹത്തിൻ്റെ ദർശനം അടിസ്ഥാനപരമായി വിശ്വമാനവികതയായിരുന്നു. ഗുരു ഒരു വിശ്വമാനവികനായിരുന്നു. അതുകൊണ്ട് അതിന് പരിമിതികൾ അറിഞ്ഞുകൂടായിരുന്നു. ഇങ്ങനെയുള്ള അതിർത്തികളൊക്കെ അദ്ദേഹം തട്ടിത്തകർത്തു. അവരോടൊക്കെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരുന്നു, അവരോടൊക്കെ അദ്ദേഹം സംവദിച്ചു കൊണ്ടേയിരുന്നു. ഗുരുവിൻ്റെ ദർശനത്തിലൂടെ, ഗുരുവിൻ്റെ പുസ്തകങ്ങളിലൂടെ, ഗുരുവിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് നമുക്കോർമ്മ ഒരു മൗനമന്ദഹാസം. അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളിലൂടെ ഇവരുടെയൊക്കെ മൗനമന്ദഹാസം നാം അനുഭവിച്ചു കൊണ്ടേയിരുന്നു. ഒരു ഭാഗത്ത് മാർക്സിനെ, മറുഭാഗത്ത് റൂമിയെ, ഒരു ഭാഗത്ത് ഹാഫിസിനെ, മറുഭാഗത്ത് അത്താറിനെ, ടാഗോറിനെ, ഇക്ബാലിനെ ഒക്കെ ചേർത്ത് നിർത്തി. അപൂർവമായിട്ടുള്ള ഒരു സാംസ്കാരിക അനുഭവമാണത്. ഇവരെയൊക്കെ ചേർത്ത് നിർത്തുന്ന ആ പ്രക്രിയ പൗരസ്ത്യം, പാശ്ചാത്യം, ആധുനികം, പൗരാണികം തുടങ്ങിയതൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. ഉപനിഷത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോഴും പാശ്ചാത്യ ദർശനത്തിൻ്റെ ഏറ്റവും ആധുനികമായിട്ടുള്ള സഞ്ചാരപഥങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ ഗുരുവിനൊരു തടസ്സവും ഉണ്ടായില്ല. ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത ദൗത്യമെന്ന് പറയുന്നത് ദുഃഖിക്കുന്നവർക്കുള്ള സാന്ത്വനമായിരുന്നു. ദർശനമാകട്ടെ, മനുഷ്യൻ്റെ ഏത് പ്രക്രിയയാകട്ടെ, കലയാകട്ടെ, സാഹിത്യമാകട്ടെ, അത് ജീവിതഗന്ധിയായിരിക്കണം. ഫിലോസഫി ചിലപ്പോഴൊക്കെ വളരെ ശുഷ്കമായിട്ടുള്ള ചിന്തകളായിട്ട് പരിണമിക്കാറുണ്ട്. ശുഷ്കമായിട്ടുള്ള മാനസ വ്യാപാരങ്ങളായി മാറിത്തീരാറുണ്ട്. അതിനെ എപ്പോഴും ചെറുക്കുകയായിരുന്നു ഗുരു ചെയ്തത്. ദർശനം മനുഷ്യന് വേണ്ടിയാണ്. ദുഃഖിക്കുന്ന മനുഷ്യനെ തലോടണം, സാന്ത്വനമാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ സാന്ത്വന സാഹിത്യം അങ്ങനെയൊന്ന് പറയപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും മലയാള സാഹിത്യത്തിലേക്കുള്ള നിത്യചൈതന്യതിയുടെ സംഭാവനകൾ അതീവ ഗൗരവത്തോടുകൂടി വിലയിരുത്തപ്പെടേണ്ടതാണ്. ഈ ജന്മശതാബ്ദി വർഷത്തിലും പിന്നീടുമെല്ലാം നളിനിയെക്കുറിച്ച്, കുമാരനാശാൻ്റെ നളിനിയെക്കുറിച്ച് ഗുരു എഴുതിയിട്ടുള്ള പഠനം, ചിന്താവിഷ്ടയായ സീതയെക്കുറിച്ച് എഴുതിയിട്ടുള്ള പഠനം, ആശാനെക്കുറിച്ച് ഗുരു എഴുതിയത് ആകെ കൂടി പരിശോധിച്ചാൽ ആശാന്റെ ആന്തരികത്തിലേക്ക് ഇത്ര ആഴത്തിൽ കടന്നുപോയ മറ്റൊരു രചയിതാവിനെ, മറ്റൊരു നിരൂപകനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഗുരു മനഃശാസ്ത്രത്തിലൂടെയാണ് സാഹിത്യത്തെ സമീപിച്ചത്. എനിക്ക് തോന്നുന്നു ആശാനോടുള്ള, കുമാരനാശാനോടുള്ള നിത്യചൈതന്യതിയുടെ സമീപനം, ആപാദചൂടം, അത് മനഃശാസ്ത്രപരമായിരുന്നു. എങ്ങനെയാണ് കവിതയെ മനഃശാസ്ത്രപരമായിട്ട് സമീപിക്കുക? കവിത അടിസ്ഥാനപരമായിട്ട് ഹൃദയപ്രവാഹമായിരിക്കെ അതിനെ എങ്ങനെയാണ് മനഃശാസ്ത്രത്തിൻ്റെ മാനദണ്ഡങ്ങളിലൂടെ സമീപിക്കുക? ആ ചോദ്യത്തിന് ഗുരുവിനൊരു ഉത്തരമുണ്ട്. കവി ജീവിതത്തിൻ്റെ ഏത് പ്രശ്നത്തെ, പ്രവണതയെ, പ്രതിഭാസത്തെ സമീപിക്കുന്നതും
തൻ്റെ മനസ്സിലൂടെയാണ്, മനസ്സിൽ കണ്ടുകൊണ്ടാണ്. കവി മനസ്സിനൊന്നും അജ്ഞാതമായിരിക്കില്ല. എന്തിനെ പ്രമേയമാക്കുമ്പോഴും കവി മനസ്സിൽ ആദ്യം അതിനെ കുറിച്ചിടുന്നുണ്ട്. ആ ഹൃദയപരമായിട്ടുള്ള പ്രക്രിയ ആയിരിക്കുമ്പോഴും കവിതയ്ക്ക് മനുഷ്യൻ്റെ മാനസികമായ തലവുമായിട്ടുള്ള, മനുഷ്യൻ്റെ ധൈഷണികമായിട്ടുള്ള പ്രതലവുമായിട്ടുള്ള ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ സാഹിത്യ പഠനങ്ങൾ അധികവും മനഃശാസ്ത്ര പഠനങ്ങളായി തീരുകയുണ്ടായത്.